ഖസീദത്തുൽ ബുർദ എന്ന പുസ്തകത്തിന് വേണ്ടി തയ്യാറാക്കിയ വരികൾ ഹബീബ് റഹ്മാന് ആത്മഹത്യക്കുറിപ്പായതെങ്ങനെ? 30 മിനിറ്റിനകം അദ്ദേഹം സ്ഥലത്തെത്തിയതിൽ ദുരൂഹതയില്ലേ? PDP ജില്ലാ നേതാവ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ CBI അടക്കമുള്ള അന്വേഷണ സംഘങ്ങൾ അത് അന്വേഷിക്കട്ടെ. പബ്ലിക് കേരളയോട് PDP സംസ്ഥാന ജനറൽ സെക്രട്ടറി നിസാർ മേത്ത. ഈ കേസ് ആദ്യം അന്വേഷിച്ച ലോക്കൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച, അതായത് എടുത്തു പറയത്തക്ക അക്ഷന്തവ്യമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ആ വീഴ്ച എന്ന് പറയുന്നത്, ഇതിൻ്റെ തുടക്കം ഈ കാസി ഉസ്താദിൻ്റെ മൃതശരീരം കണ്ടെത്തി ഇൻക്വസ്റ്റ് നടത്തി ആ ശരീരത്തിലുണ്ടായിരുന്ന വസ്ത്രങ്ങളും ഒപ്പം തന്നെ ഈ വടിയും ടോർച്ചും അടക്കമുള്ള സാധനങ്ങൾ ലോക്കൽ പോലീസ് വളരെ ലാഘവത്തോടെ എടുത്ത് പോലീസ് സീറ്റിനടിയിൽ വലിച്ചെറിയുകയാണ് ഉണ്ടായത്. അതിൽ നിന്ന് തുടങ്ങി അവിടെ ഈ മൃതശരീരം 45 മിനിറ്റോളം DYSP പോലുള്ളൊരു ഉദ്യോഗസ്ഥനുണ്ടായിട്ടും ആ കടപ്പുറത്ത് കിടന്നു. ഈ 45 മിനിറ്റ് ഈ ആരോപിക്കപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മറ്റാരോവുമായിട്ട് ഫോണിൽ സംസാരിക്കുകയായിരുന്നു. ഈ സംസാരം ഒരിക്കലും ഈ വിരലടയാള വിദഗ്ധർ വരുന്നതുമായോ ഡോഗ് സ്ക്വാഡ് വരുന്നതുമായോ അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥർ വരുന്നതുമായി ബന്ധപ്പെട്ടല്ല എന്ന് അത് കേട്ട് നിന്ന ജനങ്ങൾ തന്നെ പറയുന്നു. ഇത് ആരുടെയോ ഡയറക്ഷൻ കേട്ട് സംസാരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം വന്ന ഉടനെ ഈ 2 പത്രക്കാരെ, ആ പ്രദേശത്തുള്ള 2 പത്രക്കാരെ, ഒരു പത്രപ്രവർത്തകനെ അദ്ദേഹത്തിൻ്റെ മകനെയും കൂട്ടി, മകനെയും മാത്രം വിളിച്ച് ഇദ്ദേഹം ഈ കാസി താമസിച്ച റൂമിലേക്ക് പോകുന്നു. ആ റൂമിൻ്റെ പൂട്ട് പൊളിക്കുന്നു. അതിനകത്ത് കയറിയിട്ട് ഒരു കടലാസ് തുണ്ടെടുത്തിട്ട് ഞങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടി, ഇത് ആത്മഹത്യയാണ് എന്ന് ജനങ്ങളോട് പറഞ്ഞിട്ട് സംഭവം അവസാനിച്ചു എന്നുള്ള നിലയ്ക്ക് ഇത് ആത്മഹത്യയാണ് എന്ന് അവരവിടെ എന്ത് ചെയ്യാണ്, സ്ഥിരീകരിക്കുകയാണ്. ഈ കാണിച്ചിരിക്കുന്ന ഈ തുണ്ടുകടലാസ് ഇത് ആത്മഹത്യാക്കുറിപ്പാണ് എന്ന് ഫൈൻഡ് ചെയ്യാൻ DYSP അതിലെഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നീരുകെട്ടി വീർത്ത് കഠിനവേദന അനുഭവപ്പെടുന്നത് വരെ രാത്രിയുടെ ഇരുട്ടിനെ ആരാധന കൊണ്ട് സജീവമാക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാർഗത്തിന് നേരെ ഞാൻ അക്രമം കാണിച്ചിരിക്കുന്നു. ഈ വരി കാണിച്ചിട്ടാണ് ഈ മഹാനായ പണ്ഡിതൻ ആത്മഹത്യ ചെയ്തു എന്ന് ഒരു മുസ്ലിമായ പോലീസ് ഉദ്യോഗസ്ഥൻ മിനിറ്റുകൾക്കകം ഫൈൻഡ് ചെയ്യപ്പെടുന്നത്. ഈ വരിയുടെ ആധാരം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കണ്ട് നേരിൽ ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഈ ഖസീദത്തുൽ ബുർദ എന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹുകൾ, ആ മദ്ഹുകൾ ഇമാം ബുഹ്സരി റിപ്പോർട്ട് ചെയ്യപ്പെട്ട മദ്ഹുകൾ, ആ മദ്ഹുകൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യാൻ ഈ കാസി ഉസ്താദ് തീരുമാനിച്ചിരുന്നു. ആ പുസ്തകം ഇപ്പോഴും ഇവിടെ പബ്ലിക്കിൽ ദിശ ബുക്സിൽ, മലബാർ ഇസ്ലാമിക് കോംപ്ലക്സ് അവരുടെ തന്നെ പ്രസിദ്ധീകരണമായ ദിശ ബുക്സിൽ ലഭ്യമാണ്. അതിൻ്റെ 29ാമത്തെ ഖണ്ഡികയിൽ വരുന്ന ഒരു വചനമാണിത്. അത് വിവർത്തനം ചെയ്യുകയാണ് മലയാളത്തിലേക്ക്. അത് ഇമാം ബൂസരിയുടെ വരികളാണ്. ഇമാം ബൂസരിയുടെ വരികൾ മലയാളത്തിലേക്ക് കാസി ഉസ്താദ് തർജ്ജിമ ചെയ്യുന്നു. അത് മൊത്തം തർജ്ജിമ ചെയ്തിട്ട് DTP എടുക്കുവാൻ വേണ്ടി ഒരാളെ ചുമതലപ്പെടുത്തുന്നു. അദ്ദേഹം DTP എടുത്തിട്ട് അതിലെന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് തിരുത്തുവാൻ വേണ്ടി വീണ്ടും ഉസ്താദിന് കൊണ്ടു കൊടുക്കുന്നു. അപ്പോൾ ഉസ്താദ് നോക്കുമ്പോൾ വായിച്ചു വരുമ്പോൾ 29ാമത്തെ ഖണ്ഡികയിൽ എഴുതിയിരിക്കുന്ന അർത്ഥം തെറ്റാണ് എന്ന് ബോധ്യപ്പെടുന്നു. ആ അർത്ഥം മാറിപ്പോയിരിക്കുന്നു എഴുതിയത്. അത് മൊത്തം അദ്ദേഹം പേന കൊണ്ട് വെട്ടിയിരിക്കുന്നു. ആ വെട്ടിയ കടലാസും അന്വേഷണ ഏജൻസികളുടെ കയ്യിലുണ്ട്. ആ വെട്ടിക്കളഞ്ഞിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഞാൻ മുകളിൽ സൂചിപ്പിച്ച നീരുകെട്ടി വീർത്ത കഠിനവേദന അനുഭവിക്കുന്നത് വരെ രാത്രിയുടെ ഇരുട്ടിൻ്റെ യാമങ്ങളെ ആരാധന കൊണ്ട് സജീവമാക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാർഗത്തിന് നേരെ ഞാൻ അക്രമം കാണിച്ചിരിക്കുന്നു. അങ്ങനെയൊന്നും ആരാധന നടത്തുവാൻ എനിക്ക് സാധിക്കാതെ വന്നിരിക്കുകയാണ്. ആര് പറയാണ്? ഇമാം ബൂസരി പറയുക. ആ വരികളിൽ തെറ്റ് വന്ന ഭാഗം മാത്രം മറ്റൊരു ചെറിയ കടലാസിൽ, അവൾ വെട്ടിയെടുത്ത് എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് മറ്റൊരു ചെറു തുണ്ട് കടലാസിൽ എഴുതി ഇതടക്കം കൊടുക്കുന്നു. അത് പുസ്തക രൂപത്തിൽ വരുന്നു. ഈ DTP എടുത്ത് കൊടുത്ത സാധനങ്ങളെല്ലാം തന്നെ പുറത്തുപേക്ഷിക്കുന്നതിന് പകരം ഇതെല്ലാം ഉസ്താദിന് തന്നെ തിരിച്ചു കൊണ്ട് കൊടുക്കുന്നു. ഉസ്താദ് അത് റൂമിൽ എവിടെയോ അലസമായൊരു സ്ഥലത്തിട്ടു. ഈ സാധനം എടുത്തു കൊണ്ടുവന്നിട്ടാണ് ഹബീബ് റഹ്മാൻ പറയുന്നത് ആത്മഹത്യയാണ്, ഈ വരികൾക്കെതിരെ അക്രമം കാണിക്കാൻ മുൻകൂട്ടി തീരുമാനിച്ചു. ഇതൊരു മഹത്തായ നബി മദ്ഹബ്, ഒരു മദ്ഹ്. ആ മദ്ഹ് ഇമാം ബൂസരി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് തെറ്റിപ്പോയൊരു ഭാഗം കട്ട് ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ട് ഇതാ ആത്മഹത്യാക്കുറിപ്പ് കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് നിസ്സാരമായി ഇസ്ലാം മത, ഒരു മുസ്ലിമായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇസ്ലാം മത വിശ്വാസങ്ങൾക്കെതിരെ കാർക്കിച്ചു തുപ്പിക്കൊണ്ട് ഒരു മഹാനായ മതപണ്ഡിതൻ ആത്മഹത്യ ചെയ്തു എന്ന് മിനിറ്റുകൾക്കകം ഫൈൻഡ് ചെയ്യപ്പെട്ട അന്ന് ഞങ്ങൾ തീരുമാനിച്ചതാണ് ഇത് ആസൂത്രിത കൊലപാതകമാണ്. അന്നു മുതൽ ഞങ്ങൾ സമരരംഗത്തുണ്ട്.
ഇന്നും ഞങ്ങൾ പറയുന്നു, ഈ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ലോക്കൽ പോലീസിൽ നിന്ന് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. ക്രൈംബ്രാഞ്ചിൽ നിന്ന് CBIയുടെ ആദ്യഘട്ടം ഏറ്റെടുത്തു. രണ്ടാം ഘട്ടവും അത് തുടരുകയാണ്. ഇന്നലെ CBI ഓഫീസിൽ ഹാജരായപ്പോൾ എനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ, അവിടെ ഇതൊരു ആത്മഹത്യയാണ് എന്ന് പറഞ്ഞ് എന്നെ ഫലിപ്പിക്കുവാൻ നിരന്തരം അവർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് മുഴുവനായി ഞാൻ കേട്ടു. അപ്പോൾ അവർ റെക്കോർഡ് ഓരോന്നോരോന്നായിട്ട് എന്നെ കാണിച്ചു തരാൻ ശ്രമിക്കുമ്പോൾ അത് കാണാനുള്ള വ്യഗ്രത കൊണ്ട് ഞാൻ അവർ പറയുന്നതിനനുസരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. ഈ വിഷയങ്ങളൊക്കെ തന്നെ ഈ ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനായിരിക്കുന്ന ഡോക്ടർ D. സുരേന്ദ്രനാഥിനെ ഇവർ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു എന്നും ഇവരെന്നോട് സമർത്ഥിക്കുകയുണ്ടായി. ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. D. സുരേന്ദ്രനാഥിനെ പറ്റി എനിക്ക് കൃത്യമായി അറിയാം. ഞങ്ങൾ ഒട്ടനവധി സമരങ്ങളിൽ കണ്ണൂരിൽ ഒരുമിച്ച് നിൽക്കുന്ന ആളാണ്. ജസ്റ്റിസ് ഫോർ മാഴദനി ഫോറം എന്ന് പറയുന്ന മാഴദനിയുടെ നിയമ പോരാട്ടങ്ങൾക്ക് വേണ്ടി രൂപീകരിച്ച സമിതിയുടെ ചെയർമാനാണ് ഇന്നും അദ്ദേഹം. CBI ഇത്തരത്തിൽ നിസ്സഹകരണം തുടരുകയാണെങ്കിൽ, ഈ വിഷയത്തിൽ പക്വതയില്ലായ്മയും പ്രേരണയാൽ ആരാലോ പ്രേരിപ്പിക്കപ്പെടുന്ന പ്രേരണയാലാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ, ഇത് അട്ടിമറിക്കാനാണ് ഇനി ശ്രമം തുടരുന്നത് എങ്കിൽ, NIA അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹുജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭം സംഘടിപ്പിക്കുവാൻ PDP തയ്യാറാകും എന്നുകൂടി അറിയിക്കുകയാണ്.